നമുക്കൊരു വചനം പറയാം. പ്രഭാഷകന്റെ പുസ്തകം 51:22 പറഞ്ഞേ. പ്രഭാഷകൻ 51:22. കർത്താവ് എനിക്കൊരു നാവ് നൽകി, കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. കർത്താവ് നമുക്ക് എന്ത് തന്നു? നാവ് തന്നു. അതെന്തിനു വേണ്ടിയാന്നാ പറയുന്നത്? ദൈവത്തെ പ്രകീർത്തിക്കാനാ. ഇപ്പൊ കണ്ടോ, ആ സഹോദരി വന്ന് ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത മഹത്തായ കാര്യങ്ങളെ, അത്ഭുതങ്ങളെ, ദൈവം നയിച്ച വഴികളെ, ദൈവം തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അത് പ്രകീർത്തിക്കുക. വലത്തുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാവ് മറ്റുള്ളവരുടെ കുറ്റം പറയാനോ, മറ്റുള്ളവരെ തളർത്തിക്കളയാനോ, മുറിവേൽപ്പിക്കാനോ, വേദനിപ്പിക്കാനോ, പരദൂഷണം പറയാനോ, നുണ പറയാനോ ഒന്നും ഉള്ളതല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഇത് തന്നിരിക്കുന്നത്? ഓരോ സെക്കൻഡിലും എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയാനാ, പ്രകീർത്തിക്കാനാ. എല്ലാവർക്കും കൂടെ വലത്തുകരം ഉയർത്തി നമുക്ക് ഈ വചനേറ്റ് പറയാം. പ്രഭാഷകന്റെ പുസ്തകം 51:22. കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഓർത്ത്, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്ന നന്മകളെ ഞാൻ ഓർത്ത് ദൈവത്തെ പ്രകീർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ്. ചിലതൊക്കെ നമ്മളിങ്ങനെ നിസ്സാരവൽക്കരിക്കുക. അങ്ങനെ നിസ്സാരവൽക്കരിക്കരുത്. ദൈവം തന്നതിനെ നമ്മൾ ഏറ്റു പറയാൻ മടിക്കരുത്.